ബാങ്ക്, ചെറുകുന്ന്. ഉത്തരകേരളത്തിലെ അതിപുരാതനമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രവും ഫാത്തിമ മാതാ ദേവാലയവും ചെറുകുന്ന് മിഷൻ ആശുപത്രിയും നാട്ടിലും മറുനാട്ടിലും കേളികേട്ട പ്രശസ്തിയുടെ സ്തംഭങ്ങളാണ്. അസൂയാവഹമായ വളർച്ചയാണ് ചെറുകുന്ന് കൈവരിച്ചത്. ഒരു നഗരം ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഗ്രാമപഞ്ചായത്ത് നേടിയെടുത്തു. വർദ്ധിച്ചുവരുന്ന വാഹനപ്പെരുപ്പവും അമ്പരചുംബികളായ കെട്ടിടങ്ങളും അർദ്ധരാത്രിയിലും ഉണർന്നു കിടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളും അലങ്കാര ദീപങ്ങളും ഇതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇതിനൊക്കെയും കാരണം പ്രവാസികളുടെ ചോരയും നീരും വിയർപ്പുമാണെന്നത് തർക്കമില്ലാത്ത സത്യം. തൊഴിലില്ലായ്മയും പട്ടിണിയും മൂലം ഏതു വിധേനയും ഗൾഫ് നാടുകളിലേക്ക് പലായനം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെ അധ്വാനത്തിന്റെ ഫലം. കൃത്യമായ യാത്രാരേഖകളോ തിരിച്ചറിയൽ കാർഡോ ഇല്ലാതെ ലോഞ്ചുകളിലും മറ്റും കയറി അക്കരപ്പച്ച തേടിയവരുടെ കഥ 50 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പാട്ടായിരുന്നു. പിന്നീട് ഗൾഫ് സ്വപ്നവുമായി നടക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു. ആയിരത്തി 1971 യുണൈറ്റഡ് അറബ് എമിറേറ്റ് അഥവാ UAE ഔദ്യോഗികമായി നിലവിൽ വന്നതോടെ അറബ് രാജ്യത്തിന്റെ കെട്ടും മട്ടും മാറി. അന്ന് UAE കമ്മിറ്റി രൂപീകരിക്കുന്ന അവസരത്തിൽ സാധു സംരക്ഷണ സമിതി എന്നുള്ള പേരിലാണ് രൂപീകരിച്ചത്. അതിനുശേഷം വിപുലമായ ആൾക്കാർ മാറുകയും പിന്നീട് ശാഖകൾ വരികയും ചെയ്തു. അബുദാബി കമ്മിറ്റി 72 ഒക്ടോബറിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. പിന്നെ നമ്മൾ അബുദാബിയിൽ 1975 എത്തി 76-ലാണ് തോന്നുന്നു കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ചു കാലം അവിടെ പ്രവർത്തിച്ചു. പിന്നെ അങ്ങനെ വൈസ് പ്രസിഡൻ്റായിട്ടും കുറച്ചു കാലം സംഗതി ആ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഗൾഫ് നാട്ടിൽ എത്തിച്ചേർന്ന നാട്ടുകാർ ഒത്തുചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. പരസ്പര സഹകരണത്തിലൂടെ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നത് മാത്രമായിരുന്നു കൂട്ടായ്മയുടെ ലക്ഷ്യം. UAE ചെറുകുന്ന് മുസ്ലിം ജമാഅത്ത് എന്ന മഹാപ്രസ്ഥാനമായി ഇന്നത് മാറിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും. അതായത് ദുബായ് കമ്മിറ്റി എന്ന് വെച്ചാൽ ദുബായിൽ ആദ്യം ചെറിയ കുറച്ച് ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങളിവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ രൂപീകരിച്ചതാണ്. ഈ വാഹന സൗകര്യം മറ്റോ ഒന്നുമില്ല. അതെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് ചിലവാക്കിയിട്ടാണ് ആവേണ്ടതാണ്. പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം സംരക്ഷണം ആണ്. അത് സാധു സംരക്ഷണം എന്നും പറയാം. പിന്നെ വീടില്ലാത്തവർക്ക് വീട് കെട്ടിക്കാനുള്ള പെണ്ണ് ഇല്ലായിരുന്നു, അവരെ കെട്ടിക്കുക, അതിനല്ല ഉള്ളത്. അത് ആദ്യം ഞങ്ങൾ ഈ ഡയറക്റ്റ് ആവശ്യമുള്ളവർ കത്തെഴുതിയിട്ട് അതിനനുസരിച്ചുള്ള കൊടുക്കലാണ്. അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റി അത് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ചിട്ട് കമ്മിറ്റി മുഖേന കത്തയക്കാരായി. പിന്നെ വികസനം എന്ന് വെച്ചാൽ ഞാൻ അന്ന് പ്രസിഡൻ്റായിരുന്നു.
എൻ്റെ കൂടെ KB ജബ്ബാർ സെക്രട്ടറി, 2 പേരെ അവിടുത്തെ കമ്മിറ്റി ഇവിടുത്തെ കമ്മിറ്റിയുമായിട്ട് സംസാരിക്കാൻ അയച്ചിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് മൊഹദ്ദീൻ പള്ളിയാണ്. ഞങ്ങൾക്ക് ഒരു നഴ്സിംഗ് ഹോം തുറക്കണം എന്നുണ്ടായിരുന്നു, ചെറുവന്ന് പള്ളീൻ്റെ അടുക്ക. അങ്ങനെ അവിടുത്തെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് ഡിമാൻഡൊന്നുമില്ല, UAE ചെറുവന്ന് മുസ്ലിം ജമാഅത്ത് എന്നുള്ള പേര് വെക്കണം എന്നേ ഉള്ളൂ. അത് UAE എന്ന് വെക്കാൻ പാടില്ല എന്ന് അവർ ചാദ്യം ചെയ്തു. ആദ്യകാലത്ത് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ കമ്മിറ്റി ക്രമേണ അബുദാബിയിലും പിന്നീട് UAE മുഴുവനും വ്യാപിക്കുകയും ചെയ്തു. മറ്റുള്ളയിടങ്ങളും ദുബൈയിലും ദുബൈയിനടുത്തുള്ള പ്രദേശങ്ങളും അജ്മാൻ, ഷാർജ, റാസൽ ഖൈമ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ആവുന്നത്ര നമ്മളെ കൂടെയുള്ള സെക്രട്ടറി സാബ് അവരുടെ KB അബ്ദുൽ ജബ്ബാർ എന്ന് പറയേണ്ട അവരുടെ കൂടിയുള്ള മറ്റുള്ളവരുടെ കൂടി പല ആവശ്യങ്ങൾക്കും വിവരങ്ങളിലും പോയി സഞ്ചരിച്ച് കിട്ടുന്ന സമയങ്ങൾ കൊണ്ട് നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ സമയവും അതിനുവേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ കാരുണ്യ പ്രവർത്തനം കടല് കടന്നതോടെ സഹായാർത്ഥികളുടെ എണ്ണവും കൂടി. കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ ഇന്നുവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പള്ളി, മദ്രസ, പലതരത്തിലുള്ള സഹായ സഹകരണങ്ങളും എല്ലാം കമ്മിറ്റി നാട്ടിനു വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കമ്മിറ്റിക്ക് വരുന്ന അർജികളിൽ വിവാഹത്തിനും ഭവന നിർമ്മാണത്തിനും രോഗചികിത്സയും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമായിട്ടുള്ള അർജികൾ കമ്മിറ്റി കിട്ടുകയും അത് നമ്മൾ മാസാമാസം യോഗം ചേർന്ന് ഇതുപോലെയുള്ള റൂമുകളിൽ ഇരുന്ന് യോഗം ചേർന്ന് അത് വേണ്ടുന്ന വിധത്തിൽ പാസ്സാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ അന്നത്തെ അവസ്ഥയിൽ നിന്ന് ലക്ഷങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചാലും പ്രശ്നങ്ങൾ തീരാത്ത ഒരവസ്ഥ എത്തിയിരിക്കുകയാണ്. ഒരു വിവാഹത്തിന് തന്നെ 4 ലക്ഷം 5 ലക്ഷമാണ് ഒരു അർജി വരുന്നത്. വീട്ടിൻ്റെ 4 ലക്ഷം 5 ലക്ഷം ഇന്ത്യൻ റുപ്പീസിൻ്റെ അർജിയാണ്. രോഗത്തിൻ്റെ ആണെങ്കിൽ വളരെയധികം ഭീമമായ ചിലവാണ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന 10 രൂപ അതിനൊന്നും തികയാറില്ല. ലഭിക്കുന്ന ഹർജികൾ പരിശോധിച്ച് പ്രയാസവും പരിമിതിയും സാമ്പത്തിക സ്ഥിതിയും വിലയിരുത്തിയാണ് സഹായധനം അനുവദിച്ചു പോരുന്നത്. ഇതിൽ പ്രധാനമാണ് ചികിത്സാ ചെലവുകൾ. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു ജീവൻ പോലും അപായപ്പെട്ടുകൂടാ എന്ന നിർബന്ധമാണ് കമ്മിറ്റി വെച്ചു പുലർത്തുന്നത്. എൻ്റെ 2 കുട്ടികൾ കുറേയായി ചികിത്സയിൽ കഴിയുന്നു. പിന്നെ കുറേ ഡോക്ടർമാരെ കാണിച്ചു. അതിന് വേണ്ടി പിന്നെ മുസ്ലിം യുവജന സംഘത്തിൻ്റെ പേരിൽ അവർ കുറേ സഹായിച്ചു. 2 കുട്ടികൾക്കും തളർവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെലവേറിയ ഹൃദയ ശസ്ത്രക്രിയ, വാൾവ് മാറ്റിവെക്കൽ, ക്യാൻസർ ചികിത്സ എന്നിവയ്ക്ക് ഭീമമായ സംഖ്യയാണ് കമ്മിറ്റി നൽകിപ്പോന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടൊരു സഹായം നടത്തിയിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് കുറേ പൈസകൾക്ക് വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ UAE ചെറുവന്ന് മുസ്ലിം ജമാഅത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് യുവജന സംഘം ബന്ധപ്പെടുകയും ഒരു നല്ല സഹായം അവർ വാഗ്ദാനം ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് കാരുണ്യ പ്രവർത്തനത്തിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നവരുടെ എണ്ണം ഏറെയാണ്. അവരുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതാവട്ടെ എന്ന പ്രാർത്ഥനയാണ് കമ്മിറ്റിക്കുള്ളത്. Chi fresh and fun fragrance from Sapple Style Sense. നിങ്ങളുടെ സ്വപ്നഗൃഹങ്ങൾക്ക് ചാരുതയേകാൻ വ്യത്യസ്തതയാർന്ന മാർബിളുകളുടെ മികച്ച ശേഖരവുമായി അലിഫ് മാർബിൾസ് ആൻഡ് ടൈൽസ്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള ലോകോത്തര ബ്രാൻഡുകളുടെ വർണ്ണവൈവിധ്യമാർന്ന ടൈൽസുകളുടെ അപൂർവ ശേഖരവുമായി അലിഫ് മാർബിൾസ്.
അലിഫ് മാർബിൾസ് ആൻഡ് ടൈൽസ്, പുതിയ തെരു. മലബാർ ഓഡിറ്റോറിയം ആൻഡ് ഷോപ്പിംഗ് സെന്റർ. അത്യന്താധുനിക സ്റ്റേജ് സംവിധാനം, അതിവിപുലമായ പാർക്കിംഗ് സൗകര്യം, വിശാലമായ ഡൈനിംഗ് ഹാൾ, ആനന്ദാകർഷകമായ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം, 650 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യപ്രദമായ ഓഡിറ്റോറിയം, 35ഓളം ഷോപ്പ് റൂംസ്. സമാനതകളില്ലാത്ത സംവിധാനങ്ങളുമായി മലബാർ ഓഡിറ്റോറിയം ആൻഡ് ഷോപ്പിംഗ് സെന്റർ, കതിരവയ്ക്കുംതറ, ചെറുകുന്ന്. അതീവ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ ചടങ്ങുകൾ. പക്ഷേ ധാരാളിത്തത്തിൻ്റെയും ആഡംബരങ്ങളുടെയും